ഈ ഒരു സാധനം കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ലിപ്പ് മാസ്ക് ആണ് കേട്ടോ. ലിപ്പിൽ നമ്മൾ കുറച്ച് എന്താ പറയുക സ്ക്രബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ലിപ്പ് മാസ്ക്. സ്വാദിഷ്ടമായ ഇടിയപ്പം തയ്യാർ. 40 പൗണ്ട് എൻ്റെ കോസ്മെറ്റിക്സിന് മാത്രമായി ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ വളരെ അത്രയും പ്രൈസ് പോയപ്പോൾ ഇച്ചിരി ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാക്ടണിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ക്ലാക്ടണിൽ വന്നു. ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കോൾഡും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതാണ് സൗണ്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആൻഡ് വ്ലോഗ് ഫ്രം ക്ലാക്ടൺ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, നിങ്ങൾക്ക് സീകളിന് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഹട്ടിൻ്റെ മേളിൽ 2 സീകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സീഗേൾസൊക്കെ ഇവിടെ വരാറുണ്ട്. ഇത് കണ്ടോ. അങ്ങനെ ദേ കിച്ചണിലേക്ക് ചെന്നപ്പോൾ നല്ല അടിപൊളി ഇടിയപ്പം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ, നല്ലൊരു നൈസ് പാത്രമല്ലേ അത്. അതിലിതേ ഇങ്ങനെ ചുറ്റി ചുറ്റി ഉണ്ടാക്കുകയാണ്. കൂടാതെ ദേ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ദേ അതിലൊരു സംഭവം, ആ സാധനം വെച്ചിട്ട് നമുക്ക് ആ എഗ്ഗ് ബോയിലായോ എന്ന് അറിയാൻ പറ്റും കേട്ടോ. ഫുൾ എഗ്ഗ് ബോയിലായിട്ടുണ്ടെങ്കിൽ അത് വൈറ്റ് കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്തതായി നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ അരിയുകയാണ്. എൻ്റെ ഫേസ് കണ്ടു, ഞാനാണെങ്കിൽ ഒരു മേക്കപ്പ് പോലും ചെയ്യാതെ ആദ്യമായിട്ട് കാണുക ഗൈസ് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നേക്കുന്നത്. അത് ഞൊടിയിടയിൽ നമ്മുടെ മുട്ടക്കറി ദേ ഇവിടെ റെഡി. ഇനി കഴിച്ചാലോ? സ്വാദിഷ്ടമായ ഇടിയപ്പം തയ്യാർ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, അവരൊരു ആവശ്യമായിട്ടൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലിയറൻസ് സെയിൽ നടക്കുവാണ്. കുറേ നല്ല ബ്രാൻഡഡ് ഷോപ്സ് ആണ് ഇവിടെ ഉള്ളത്. അവിടെയൊക്കെ കുറേ എന്താ പറയാ ഹാഫ് പ്രൈസും പിന്നെ ഓരോ എന്താ ബൈ 3 get 1 ഫ്രീ അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടും പോയിട്ടൊന്ന് അടിച്ചു പൊളിക്കാം. കമോൺ ഗൈസ്. ഇവിടെ കുറേ ഇപ്പൊ സ്പ്രിങ് വന്നോണ്ട് തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ? ഞാൻ എന്തെങ്കിലും നമ്മുടെ ഹെർബൊക്കെ ഇല്ലേ, എന്തെങ്കിലും നമ്മുടെ കൊറിയാൻഡർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ. പക്ഷെ ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. ഫുള്ള് ഫ്ലവേഴ്സേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിന്റെ പേരെന്തായിരുന്നു? ലില്ലിയാണോ ഇത്? ഇത് ലില്ലിയാണ് ഗൈസ് അല്ലേ? ഇത് അവതാറിലുള്ള ചെടിയല്ലേ? ലില്ലിയോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ മിക്ക വീടുകളിലും നമ്മുടെ എന്താ പറയാ വഴിയിൽ വരെ നമുക്ക് ആപ്പിൾ ട്രീ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ മാങ്ങയൊക്കെ നിൽക്കുന്ന പോലെ. ഇത് കണ്ടോ, ഇതൊരു ആപ്പിൾ ട്രീന്റെ മരമാണ് കേട്ടോ, കണ്ടില്ലേ? ഇതിപ്പോ ഇപ്പോഴല്ല ശരിക്കും പറഞ്ഞ സീസൺ. ഇപ്പൊ കൊണ്ട് നട്ടാല് നമ്മുടെ ആ ഒരു സീസൺ ആകുമ്പോഴത്തേനും വരൂല. 5 പൗണ്ട് 5 പൗണ്ട് 5.99 എന്ന് വെച്ചാൽ അറൌണ്ട് 6 പൗണ്ടേ ഉള്ളൂ. അത് ഇപ്പോൾ M&Sന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ കുറേ സെയിലൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കമോൺ. അതെ, പക്ഷേ എന്തെങ്കിലും ഒരു ഹാഫ് പ്രൈസോ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങാണ്ട് ചുമന്ന കളർ ആൾക്കാർക്ക് അവിടെ കൂടി ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒന്നും എടുക്കാതെ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. എല്ലാം കണ്ട് നല്ല എന്താ പറയാ ഷോപ്പിംഗ്, ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെ എല്ലാം ചെയ്തിട്ട് വന്നേക്കാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ് വന്നത് കേട്ടോ. അവിടെയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ UK വേറെ എവിടെ പോയാലും എല്ലാം ഒരേപോലത്തെ പാറ്റേണിലുള്ള ഡ്രസ്സായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ നല്ല മാക്സിലൊക്കെ ഉള്ള സുഡിയോയിലൊക്കെ ഉള്ളതുപോലത്തെ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം അത്ര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നും അല്ല, ചീപ്പായിട്ടുള്ള പ്രൈസും ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഡ്രസ്സസ് അവിടെ ഇഷ്ടപ്പെട്ടു. കുറേ ഫാഷനബിൾ ആയിട്ടുള്ള, പിന്നെ അതുപോലെ ഇപ്പോൾ
സമ്മറൊക്കെ വരെയല്ലേ, അപ്പോൾ സമ്മറിന് പറ്റുന്ന തരത്തിലുള്ള ക്ലോത്ത്സും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക കോട്ടൺ ടൈപ്പും പിന്നെ അല്ലാതെ എന്താ പറയുക സ്ലീവൊക്കെ കുറഞ്ഞ സ്ലീവുള്ള ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ, എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചിരി നെക്ക് ഇച്ചിരി ഭയങ്കര വൈഡാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേ ഈ സാധനം, ഈ ഒരു പലാസോ പോലത്തെ പാൻറ് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ എന്താ പറയുക മാക്സിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേ ഈ സംഭവം ഒരു മാംഗോ ഫാഷനുള്ള ഒരു ടോപ്പും അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനെല്ലാം ഇങ്ങനെ വാരിപ്പെറുക്കി എടുക്കുന്നുണ്ട്. അവസാനം വലുതായിട്ടൊന്നും കാര്യമായിട്ടൊന്നും എടുത്തില്ല. എന്നാലും എനിക്ക് കുറേ സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി പോകുമ്പോൾ അവിടെ പോയാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ എടുക്കും ഗൈസ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറിയത് ബ്യൂട്ടി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോസ്മെറ്റിക്സ് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് ഗൈസ്. ഓ മൈ ഗോഡ്, അവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ പെമ്പിള്ളേർ എന്തായാലും വീഴും. കാരണം ഭയങ്കര ചീപ്പായിട്ടാണ് കേട്ടോ അവിടുത്തെ സാധനങ്ങൾ. ഭയങ്കര അങ്ങനെ നമ്മുടെ ബ്രാൻഡഡ് സംഭവങ്ങളൊന്നും അല്ല, എന്നാലും യു കെയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ, ഭയങ്കര എന്താ പറയുക ചീപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ, ഈ സാധനമാണ് നമ്മൾ ടബിൽ വാട്ടർ ടബിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പത വരത്തില്ലേ, അതിലിങ്ങനെ കിടന്ന് കുളിക്കത്തില്ലേ ആൾക്കാർ, ഇത് ആ സാധനമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ തന്നെ പല ഇതൊക്കെ അതാണ് കേട്ടോ, ആ ഇത് വരുന്ന ഫോം വരുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഓരോരോ സെക്ഷനുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫൗണ്ടേഷൻ കൺസീലർ ആ ഒരു സെക്ഷനിലാണ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മുടെ ഫേസിന് പറ്റുന്ന ഷെയ്ഡ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അത്ര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ പല വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ നമ്മുടെ ടിന്നിലുള്ളതുണ്ട്, അല്ലാതെ നമ്മുടെ ട്യൂബിൽ വരുന്നതുണ്ട്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു മേക്കപ്പിൻ്റെ ഒരു ചാനൽ നടത്തുന്നവർക്കൊക്കെ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. കാരണം അവർക്ക് ആവശ്യമുള്ള പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് എന്താ എടുക്കേണ്ടത് ഒന്നും ഒരു പിടിയില്ല. എന്തായാലും ഞാൻ അതിൽ നിന്ന് ഓരോ സെക്ഷനും ഓരോ സംഭവം ഇതായിട്ടാണ് വെച്ചേക്കുന്നത്, പാർട്ടായിട്ട് അവർ വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊക്കെ ബ്ലഷാണ്. അപ്പോൾ ബ്ലഷിൻ്റെ ഒരു സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഫൗണ്ടേഷൻ ഒരു സെക്ഷൻ, പിന്നെ ഐബ്രോ പെൻസിലിൻ്റെതും, പിന്നെ എന്താ പറയുക നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെത് ഒരു സെക്ഷൻ, അങ്ങനെ പലതായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ മസ്കാരയുടെ ഒരു കണ്ടീഷനിങ് മസ്കാരയാന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെ കറങ്ങി നമുക്കിങ്ങനെ ഓരോടത്ത് പോയിട്ട് എടുക്കാം. ഞാൻ ഇപ്പം ഇത്രയും എടുത്തിട്ടുണ്ട്, ഇനിയും ഓരോന്ന് ഞാനിങ്ങനെ നോക്കും. എനിക്കിനി പലതും മനസ്സിലാവുന്നില്ല, അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക്. അതുമല്ല പല ഷെയ്ഡ്സിലുള്ളതുണ്ട്, കാരണം ഇവിടെ വൈറ്റ് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ പല മോഡിലുള്ള സാധനങ്ങളാണ് കേട്ടോ. നിൽക്കുന്നത് വിഗിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. ഏത് തരത്തിലുള്ള മുടികൾ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ഗോകുവിൻ്റെ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. എല്ലാം കൂടെ വാരിപ്പെറുക്കി എടുക്കാൻ തോന്നുന്നു. പക്ഷേ അതിൽ പലതും എനിക്കറിയത്തില്ല, എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ അത് നടത്തുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അതിൻ്റെ അകത്ത് അത്ര ഭയങ്കര കോസ്റ്റ്ലി അല്ല, നമുക്ക് പല ഷെയ്ഡ്സിലുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യാം. ഈ ഒരു സാധനം കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ലിപ്പ് മാസ്ക് ആണ് കേട്ടോ. ലിപ്പിൽ നമ്മൾ കുറച്ച് എന്താ പറയുക സ്ക്രബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ലിപ്പ് മാസ്ക് ഒക്കെ ഇട്ട് സെറ്റായി വെക്കാം. അപ്പോൾ അതെ അങ്ങനെ ഒരു സാധനമാണ്, നല്ല ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ല, അതിൻ്റെ ഇപ്പുറത്താണ് ലിപ്പിൻ്റെ സ്ക്രബും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാനപ്പോൾ അതിൽ നിന്നൊരു ലിപ്പിൻ്റെ സ്ക്രബ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പർച്ചേസിങ് ആയിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട്. കാരണം ഞാൻ കുറേ നാളായിട്ട് പല സാധനങ്ങളും മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ അതെല്ലാം സാധ്യം. അതായത് ഒരു കുഞ്ഞു ഷോപ്പാണ്, പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട്, പല വെറൈറ്റി സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക കുറച്ച് ചീപ്പ് പ്രൈസിന് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു 1 പൗണ്ടല്ലേ 2 പൗണ്ടല്ലേ ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് അവിടെ ചെന്ന് ബില്ലടിച്ചപ്പോഴാണ് ശരിക്കും അതിൻ്റെ പ്രൈസ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഒരു ഈശ്വര 1 പൗണ്ട് 2 പൗണ്ട് സാധനങ്ങൾ, അങ്ങനെ ഒരു കുറേ 19 സാധനം എടുത്താൽ തന്നെ 50 പൗണ്ട് ആയില്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. അങ്ങനെ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് ഒരു 40 പൗണ്ട് എൻ്റെ കോസ്മെറ്റിക്സിന് മാത്രമായി ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ വളരെ അത്രയും പ്രൈസ് പോയപ്പോൾ ഇച്ചിരി ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറേ നാളായിട്ട് കുറേ സാധനങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ചതിൻ്റെ ഒരു സന്തോഷവും പിന്നെ പൈസ കുറച്ച് പോയതിൻ്റെ ഒരു സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അതിൻ്റെ വിഷമം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ളൊരു ഗ്രെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കിംഗ് ഷോപ്പാട്ടോ, ബേക്കറി ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ചിക്കൻ നഗറ്റ്സും പൊട്ടറ്റോ വെഡ്ജസും ഒക്കെ മേടിച്ചു. പിന്നെ പിസ്സ മേടിച്ചായിരുന്നു. പിസ്സയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്രെക്സിൽ പോയി ട്രൈ ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ വിചാരിച്ച് കയറണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഒന്നും കാണത്തില്ല അത് വരും. പക്ഷേ അവിടെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റും ആയിരുന്നു, ഒരു ബ്രിട്ടീഷ് ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ പിസ്സയൊക്കെ ഉണ്ടായിരുന്നു. പിസ്സയൊക്കെ അത്രയും പോർഷനിന് ഒരു 2 പോയിൻറ്റ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അത് ചീപ്പായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് ചിക്കൻ ബേക്കാണ് കേട്ടോ. ചിക്കൻ ബേക്കും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ട് അവിടെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച.